നമസ്കാരം. പ്രിയങ്ക ഗാന്ധി വാരണാസിയിൽ നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അജയ് റായിയെ പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വാരാണസിയിൽ പത്രിക സമർപ്പിക്കും. ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ വാരാണസിയിൽ മത്സരിക്കുമെന്നായിരുന്നു പ്രിയങ്ക ഗാന്ധി നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ വാരാണസിയിൽ അജയ് റായ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന് ഇന്ന് പ്രഖ്യാപിച്ചു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അജയ് റായ് ആയിരുന്നു വാരാണസിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി. മോദിക്കും അരവിന്ദ് കെജ്രിവാളിനും പിന്നിലായി 3ാം സ്ഥാനത്തായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അജയ് റായിയുടെ സ്ഥാനം. അടുത്ത മാസം 19-നാണ് വാരാണസിയിൽ തെരഞ്ഞെടുപ്പ്. അതേസമയം വാരാണസിയിൽ നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന നരേന്ദ്രമോദി ഇന്ന് മണ്ഡലത്തിൽ വമ്പൻ റോഡ് ഷോ നടത്തും. വൈകിട്ട് 3-ന് ആരംഭിക്കുന്ന റോഡ് ഷോയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. 7 കിലോമീറ്റർ റോഡ് ഷോയിൽ 150 കേന്ദ്രങ്ങളിൽ മോദിക്ക് സ്വീകരണം നൽകും. കേന്ദ്രമന്ത്രിമാരായ സുഷമ സ്വരാജ്, നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ, JP നദ്ദ തുടങ്ങിയവർ പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടാകും. ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ, ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, രാംവിലാസ് പാസ്വാൻ, പ്രകാശ് സിംഗ് ബാദൽ എന്നിവരും മോദിയെ അനുഗമിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിലെ വഡോദരയിൽ നിന്നും വാരണാസിയിൽ നിന്നും വിജയിച്ച മോദി വാരാണസി മണ്ഡലം നിലനിർത്തുകയായിരുന്നു. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. കൂടുതൽ വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ഉണ്ണി, എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ഒടുവിൽ കോൺഗ്രസ് എത്തിയത്? സനീഷ്, പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ ഇത്രയും നാൾ സജീവമാക്കി നിർത്തുകയായിരുന്നു കോൺഗ്രസ്. പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധി തന്നെ 1-2 തവണകളായി താൻ മത്സരിക്കുകയാണെങ്കിൽ വാരണാസിയിൽ മത്സരിച്ചാൽ എങ്ങനെ ഉണ്ടാകുമെന്ന മറുചോദ്യം ഉന്നയിച്ചു. മാത്രമല്ല, രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറച്ച് ദിവസത്തിനിടെ നൽകിയ പല അഭിമുഖങ്ങളിലും പറഞ്ഞത് ഇക്കാര്യത്തിൽ ഒരു സസ്പെൻസ് നിലനിർത്തുന്നു എന്നുള്ളതാണ്. ഇതിനൊടുവിലാണ് പ്രിയങ്ക ഗാന്ധി മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ നിർണായകമായത് രാഹുൽ ഗാന്ധിയുടെ നിലപാട് തന്നെയാണ്. പ്രിയങ്ക ഗാന്ധി താൻ മത്സരിക്കാൻ തയ്യാറാണെന്ന സന്നദ്ധത ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച നിലപാട് പ്രിയങ്ക മത്സരിച്ചാലും അവിടെ വിജയസാധ്യത കുറവാണ്. മാത്രമല്ല, സമീപകാലത്ത് മാത്രം സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ പ്രിയങ്ക ഗാന്ധി വലിയ തിരഞ്ഞെടുപ്പ് അംഗത്തിൽ പരാജയപ്പെടുന്നത് പ്രിയങ്കയ്ക്ക് വലിയ ക്ഷീണമായി മാറും. പിന്നീട് ഉത്തർപ്രദേശിൽ പാർട്ടിയുടെ പ്രധാന മുഖമായി പ്രിയങ്ക ഗാന്ധിയെ ഉയർത്തിക്കാണിച്ചാൽ പോലും അതിന് മോഡിയോട് തോറ്റ നേതാവെന്ന ഒരു ഭൂതകാലം അത് പ്രിയങ്കയ്ക്ക് വലിയ ബാധ്യതയായി മാറുമെന്നാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിരിക്കുന്ന നിലപാട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രിയങ്ക മത്സരിക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിക്ക് മാത്രമല്ല, കിഴക്കൻ ഉത്തർപ്രദേശിൽ പല മണ്ഡലങ്ങളിലും പ്രചാരണത്തിന്റെ ചുമതലയുണ്ട്. അവിടങ്ങളിൽ പ്രചാരണത്തിന് പോകാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു പ്രായോഗിക വശങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് പ്രിയങ്ക മത്സരിക്കേണ്ടതില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചത്. പ്രിയങ്ക മോഡിക്കെതിരെ മത്സരിക്കുകയാണെങ്കിൽ ശക്തമായ ഒരു രാഷ്ട്രീയ പോരാട്ടം കാഴ്ചവെക്കാൻ കരുതുമെന്ന് പലരും പ്രതീക്ഷിച്ചതാണ്. ഏതായാലും ഇനിയിപ്പോൾ പ്രിയങ്ക വാരണാസിയിൽ മത്സരിക്കില്ല എന്ന് ഉറപ്പായതോടുകൂടി മറ്റൊരു അഭ്യൂഹം കൂടി കോൺഗ്രസ് ക്യാമ്പിൽ പ്രചരിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി അമേത്തിയിലും വയനാട്ടിലും മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ അമേത്തി ഒഴിഞ്ഞ് വയനാട് സീറ്റ് രാഹുൽ ഗാന്ധി നിലനിർത്തും. അമേത്തിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചുകൊണ്ട് അവിടെ ജനവിധി തേടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിൽ സജീവമായി കേൾക്കുന്നത്. സനീഷ്, ശരി, നന്ദി ഉണ്ണി വിവരങ്ങൾക്ക്. ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗികാരോപണത്തിൽ ഗൂഢാലോചനയുണ്ട് എന്ന വാദത്തിൽ സുപ്രീംകോടതി ഉച്ചയ്ക്ക് 2 മണിക്ക് അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. രാജ്യത്തെ പണക്കാർക്ക് കോടതിയെ നിയന്ത്രിക്കാനാകില്ലെന്നും അവർ കളിക്കുന്നത് തീക്കളിയാണെന്നും കോടതിയുടെ മുന്നറിയിപ്പ്. ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട അന്വേഷണം ചീഫ് ജസ്റ്റിസിനെതിരായ പരാതിയിലെ നടപടികളെ സ്വാധീനിക്കില്ല എന്ന് കോടതി ആവർത്തിച്ചു. ചീഫ് ജസ്റ്റിസിനെ ലൈംഗികാരോപണത്തിൽ കൊടുക്കാൻ ഗൂഢാലോചനയുണ്ടെന്ന അഭിഭാഷകൻ ഉത്സവ് ബെൻസിന്റെ ആരോപണത്തിലാണ് സുപ്രീംകോടതി അന്വേഷണം പ്രഖ്യാപിക്കുക. CBI, IB, ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരുമായി ഇന്നലെ ചർച്ച നടത്തിയ ജഡ്ജിമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകുമെന്നാണ് ഇന്നും നൽകിയ സൂചന. പ്രമുഖ കോർപ്പറേറ്റ് സ്ഥാപനത്തിനു വേണ്ടി വിധി തിരുത്തിയ 2 മുൻ സുപ്രീംകോടതി ഉദ്യോഗസ്ഥരും ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്ന് കാട്ടി ബെയിൻസ് നൽകിയ അധിക സത്യവാങ്മൂലം പരിഗണിച്ച കോടതി ആരോപണങ്ങളിൽ ആശങ്കയറിയിച്ചു. റിമോട്ട് കൺട്രോളിലൂടെ കോടതിയെ നിയന്ത്രിക്കുന്നുവെന്ന ആരോപണങ്ങൾ ഓരോ ദിവസവും പുറത്തുവരികയാണ്. ജഡ്ജിമാരെ സ്വാധീനിക്കാൻ വഴിവിട്ട ശ്രമം നടക്കുന്നുവെന്നും പറയുന്നു. ഇതിലെ സത്യം എന്തെന്നറിയാൻ രാജ്യത്തെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. പണക്കാർക്ക് കോടതിയെ നിയന്ത്രിക്കാനാകില്ല, അവർ തീക്കളിയാണ് കളിക്കുന്നതെന്നും ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗിക ആരോപണത്തിൽ സുപ്രീംകോടതി നടത്തുന്ന ആഭ്യന്തര അന്വേഷണത്തെ ഈ കേസിലെ നടപടികൾ സ്വാധീനിക്കില്ലെന്നാണ് കോടതിയുടെ ഉറപ്പ്. ഗൂഢാലോചന ആരോപണം ഉന്നയിച്ച ഉത്സവ് ബെൻസിന്റെ താൽപര്യവും ഇതോടൊപ്പം അന്വേഷിക്കണമെന്ന മുതിർന്ന അഭിഭാഷക ഇന്ദിരാ ജയ്സിംഗിന്റെ ആവശ്യത്തിന് കോടതി പ്രത്യേക ഉറപ്പൊന്നും നൽകിയില്ല. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. ലൈംഗിക പീഡന ആരോപണത്തിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന്റെ നടപടികൾ ശരിയല്ലെന്ന് ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി ജസ്റ്റിസ് കമാൽ പാഷ. ആരോപണ വിധേയൻ തന്നെ പരാതി പരിഗണിച്ചത് തെറ്റായ നടപടിയാണ്. ഫുൾ കോർട്ടാണ് പരാതി പരിഗണിക്കേണ്ടിയിരുന്നത്. കോടതിയിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടുന്ന തരത്തിൽ ജഡ്ജിമാർ പ്രവർത്തിക്കരുത് എന്നും കമാൽ പാഷ ന്യൂസ് 18നോട് പറഞ്ഞു. ഇതുപോലൊരു കേസിൽ പ്രതിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരോപണ വിധേയനായി കഴിഞ്ഞാൽ
ബാക്കി എല്ലാ ജനങ്ങളെയും പോലെ പൊതുജനങ്ങളെയും പോലെ സാധാരണക്കാരെയും പാവങ്ങളെയും പോലെ തന്നെ തുല്യരാണ്, വ്യത്യാസമൊന്നുമില്ല. ആരോപണ വിധേയനായ ചീഫ് ജസ്റ്റിസ് തന്നെ നേതൃത്വം ലീഡ് ചെയ്യുന്ന ഒരു ബെഞ്ച്, 3 ജഡ്ജിമാരടങ്ങുന്ന ബെഞ്ച്, അദ്ദേഹം ഉൾപ്പെടെ ഒരു കാരണവശാലും ഈ ആരോപണ വിധേയനായ ജഡ്ജി ആ ബെഞ്ചിൽ ഇരിക്കാൻ പാടില്ല. എഗെയിൻ ഈ കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത് യഥാർത്ഥത്തിൽ ചീഫ് ജസ്റ്റിസാണ്, ഇന്ത്യൻ ചീഫ് ജസ്റ്റിസാണ്. നിയമലംഘനത്തിന് വേഗപ്പൂട്ട്. അന്തർ സംസ്ഥാന സ്വകാര്യ ബസ്സുകൾക്ക് പൂട്ടിട്ട് സർക്കാർ. ഉത്സവ സീസണുകളിൽ മറുനാടൻ മലയാളികളെ പിഴിയുന്ന ബസ്സുകളുടെ തിരക്ക് നിയന്ത്രിക്കാൻ നടപടിയെടുക്കുമെന്ന് ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. നിയമവിരുദ്ധമായി ചരക്ക് കൊണ്ടുപോകുന്ന ബസ്സുകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും ഉന്നതതല യോഗത്തിനു ശേഷം അദ്ദേഹം പറഞ്ഞു. സ്വകാര്യ ബസ്സുകളുടെ നിയമലംഘനങ്ങൾ ഇനി അനുവദിക്കാനാവില്ലെന്ന കർശന നിലപാടിലാണ് സർക്കാർ. ദീർഘദൂര ബസ്സുകൾക്ക് സ്പീഡ് ഗവർണർ നിർബന്ധമാക്കും. ജൂൺ 1 മുമ്പ് എല്ലാ ബസ്സുകളിലും GPS സ്ഥാപിക്കണം. അമിത ചാർജ് തടയും. ഒരാഴ്ചയ്ക്കകം ലൈസൻസ് എടുക്കാത്ത ഏജൻസികൾ പൂട്ടിക്കും. 259 ബസ് ഉടമകൾക്കെതിരെ ഇതുവരെ കേസെടുത്തു. ഇവരിൽ നിന്ന് 3,74,000 രൂപ പിഴ ഈടാക്കിയെന്നും ഗതാഗത മന്ത്രി അറിയിച്ചു. 259 കേസുകളാണ് അതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. പിഴ ഈടാക്കൽ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് തീരുമാനിച്ചിട്ടുള്ളത്. സംസ്ഥാനമെങ്ങും സ്വകാര്യ ബസ് ഓഫീസുകളിൽ ഇന്നും പരിശോധന നടന്നു. പാലക്കാട് മാത്രം 119 ബസ്സുകളിൽ ക്രമക്കേട് കണ്ടെത്തി. എറണാകുളത്ത് പരിശോധന നടത്തിയ പകുതിയിലധികം ബസ്സുകളിലും ക്രമക്കേടുണ്ട്. മെയിനായിട്ട് ഇവർക്ക് കോൺട്രാക്ട് പെർമിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ട്രിവാൻഡ്രത്ത് അല്ലെങ്കിൽ എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബാംഗ്ലൂർ വരെ അവിടെ ചെന്നിട്ട് ആൾക്കാരെ ഇറക്കാൻ പാടുള്ളൂ. പക്ഷേ ഇത് പാസഞ്ചേഴ്സ് ഞങ്ങൾ വണ്ടി ചെക്കുമ്പോൾ ഓരോ സ്ഥലത്തും ഇപ്പോൾ തൃശ്ശൂർ അങ്ങനെ പല സ്ഥലങ്ങളിൽ നിർത്തി ഡിഫറെൻറ്റ് പാസഞ്ചേഴ്സിനും കയറ്റിയിട്ടുണ്ട്. ഇൻഡിവിജ്വൽ പാസഞ്ചേഴ്സിന് കയറ്റിയും ഡിഫറെൻറ്റ് ഫെയർസും വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് എ ക്ലിയർ വയലേഷൻ ഓഫ് പെർമിറ്റ് കണ്ടീഷൻസ്. വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരും. യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടാവും നടപടികൾ മുന്നോട്ട് പോവുകയെന്ന് ഗതാഗത മന്ത്രി പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം, പാലക്കാട്. കല്ലട മർദ്ദന സംഭവത്തിൽ അന്വേഷണത്തോട് സഹകരിക്കാതെ ബസ് ഉടമ. കല്ലട ബസ് സർവീസിന്റെ ഉടമ സുരേഷ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന് ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. മർദ്ദന സംഭവം പുറത്തുവന്നത് മുതൽ സുരേഷിനെ വിളിച്ചു വരുത്താൻ പോലീസ് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഹാജരായിട്ടില്ല. യാത്രക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ കല്ലട ബസ് ഉടമ സുരേഷ് ഇന്നും പോലീസിന് മുന്നിൽ ഹാജരായില്ല. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സ തേടിയതിനാലാണ് ഹാജരാകാത്തതെന്നാണ് അന്വേഷണ സംഘത്തെ അറിയിച്ചിരിക്കുന്നത്. സുരേഷ് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന് ഗതാഗത മന്ത്രി. അങ്ങേയറ്റം അപലപനീയമായ നിലപാടാണ് കല്ലട ബസിന്റെ മാനേജ്മെന്റിന്റെയും ജീവനക്കാരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. സുരേഷ് കല്ലടയോട് ഇന്ന് തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുന്നിൽ ഹാജരാകാനാണ് നിർദ്ദേശിച്ചിരുന്നത്. ഉയർന്ന രക്തസമ്മർദ്ദം കാരണം ചികിത്സയിലാണെന്നാണ് സുരേഷിന്റെ വാദം. ചികിത്സാ രേഖകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘം നിർദ്ദേശിച്ചിട്ടുണ്ട്. രേഖകൾ പരിശോധിച്ച ശേഷം തുടർ നടപടി ആലോചിക്കും. കഴിഞ്ഞ ദിവസം മരട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും സുരേഷ് കല്ലട എത്തിയിരുന്നില്ല. ന്യൂസ് 18 കൊച്ചി. കേരള തീരത്ത് കനത്ത കടൽക്ഷോഭമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. ശ്രീലങ്കയ്ക്ക് സമീപം ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിനാലാണ് കേരള തീരങ്ങൾ ജാഗ്രതയിലായത്. കടലിൽ പോയ മത്സ്യത്തൊഴിലാളികളോട് മടങ്ങാൻ നിർദ്ദേശിച്ചു. ഇന്നലെ തിരുവനന്തപുരം വലിയ തുറഭാഗത്ത് ആരംഭിച്ച കടൽക്ഷോഭം ശക്തമായി തുടരുകയാണ്. വരും ദിവസങ്ങളിൽ സ്ഥിതി രൂക്ഷമാകുമെന്നാണ് മുന്നറിയിപ്പ്. കടലാക്രമണം രൂക്ഷമായി വരികയാണ്. ഇനിയുള്ള ദിവസങ്ങളിലും കുറച്ചുകൂടി ശക്തിപ്പെടുമെന്ന രീതിയിലുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉൾപ്പെടെയുള്ളവർ നൽകിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റി അടിയന്തരമായി അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്നിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളും വിശദാംശങ്ങളും എല്ലാം അറിയിക്കാനുള്ള സംവിധാനം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം നാളെയോടെ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. ഇതോടെ തമിഴ്നാട് തീരത്ത് ചുഴലിക്കാറ്റ് രൂപപ്പെടും. ഇതിന്റെ ആഘാതം കേരള തീരത്തും ഉണ്ടാകും. ശക്തമായ കടൽക്ഷോഭവും ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് വേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ചതായി ജില്ലാ കളക്ടർ കെ വാസുകി. കടൽക്ഷോഭം പ്രതീക്ഷിക്കുകയാണ്. ബിക്കോസ് നമ്മുടെ ബേ ഓഫ് ബംഗാളിൽ ചുഴലിക്കാറ്റിൻ്റെ വാർണിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം അലേർട്ടാണ്. എന്തായാലും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള വീടുകളിൽ നിന്നുള്ള കുടുംബങ്ങളെല്ലാം മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ക്യാമ്പ് പ്രവർത്തനമാണ്. എവിടെയെങ്കിലും അടിയന്തരമായിട്ട് മാറ്റി പാർപ്പിക്കേണ്ട ആവശ്യം വന്നാൽ അവരവർ തന്നെ പുറത്തു വന്ന് ക്യാമ്പിലേക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾ വീട്ടിലേക്കോ പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു സഹായം ലഭിക്കുന്നില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ ആരോപിച്ചു. ഞങ്ങൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓടിയെത്തേണ്ടല്ലേ ഗവൺമെന്റ്. അവരിങ്ങനെ വന്ന് നോക്കിയിട്ട് പോകും. എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ പറയും ആ സ്കൂളിൽ പോയി കിടക്ക്, അല്ലെങ്കിൽ അവിടെ ഗോഡൗണിലുണ്ട് ഗോഡൗണിൽ തുറന്നു തരാം അവിടെ പോയി കിടക്ക് എന്ന് പറഞ്ഞ് വളരെ ലാഘവത്തോടെ അവർ പറഞ്ഞിട്ടങ്ങ് പോവുക. കടൽക്ഷോഭം ശക്തമാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് കനത്ത ജാഗ്രതയിലാണ് തീരദേശം. വരും ദിവസങ്ങളിലും സ്ഥിതി തുടർന്നാൽ പലർക്കും തീരം വിടേണ്ടി വരും. VS അനു, ന്യൂസ് 18 തിരുവനന്തപുരം.
തെലങ്കാനയിൽ +2 പരീക്ഷയിൽ കൂട്ടത്തോൽവി. മനം നൊന്ത് 20 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. കൂട്ടാത്മഹത്യയെ തുടർന്ന് പരാജയപ്പെട്ട എല്ലാ കുട്ടികളുടെയും പരീക്ഷ പേപ്പറുകൾ പുനർമൂല്യനിർണ്ണയം നടത്താൻ സർക്കാർ ഉത്തരവിട്ടു. 9.74 ലക്ഷം പേർ പരീക്ഷ എഴുതിയതിൽ 9,74,000 പേർ പരീക്ഷ എഴുതിയതിൽ 3,28,000 പേർ തോറ്റിരുന്നു. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നടന്ന 1-2 വർഷങ്ങളിലെ ഇന്റർമീഡിയറ്റ് പരീക്ഷയിലാണ് കൂട്ടത്തോൽവി സംഭവിച്ചത്. 9.74 ലക്ഷം കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നപ്പോൾ ഇതിൽ 3.28 ലക്ഷം കുട്ടികൾ തോൽക്കുകയായിരുന്നു. സ്കൂൾ തല പരീക്ഷയിൽ ഉന്നത വിജയം സ്വന്തമാക്കിയ കുട്ടികളും തോറ്റവരുടെ പട്ടികയിലുണ്ടെന്ന് രക്ഷിതാക്കൾ ആരോപിച്ചു. ഇന്റർമീഡിയറ്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ റിസൾട്ട് പ്രസിദ്ധീകരിച്ച അല്പസമയത്തിനകം തന്നെ കുട്ടികളുടെ ആത്മഹത്യാ വാർത്തയും പുറത്തുവന്നു. 306 కింద రిజిస్టర్ చేయాలి. ఇది కంపల్షన్ అబెట్మెంట్ టు కమిట్ సూసైడ్. ఇది ప్రేరేపించబడ్డ హత్యలు. ఇవి ఈ విద్యార్థుల హత్యలు ఏవైతే ఉన్నాయో వాళ్ళను చావడానికి ఆత్మహత్య చేసుకోవడానికి వాళ్ళ ఫలితాలు పురిగొల్పబడ్డాయి. കുട്ടികളുടെ കൂട്ട ആത്മഹത്യയെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി NGO സംഘടനകളും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പ്രതിഷേധവുമായി രംഗത്തെത്തി. തുടർന്ന് തെലങ്കാന ഹൈക്കോടതിയും സംസ്ഥാന സർക്കാരും തോറ്റ കുട്ടികളുടെ പരീക്ഷാ പേപ്പറുകൾ പുനർമൂല്യനിർണ്ണയം നടത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു. സൗജന്യമായി റീവാലുവേഷൻ നടത്താനാണ് നിർദ്ദേശം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. രാജ്യത്തെ നടുക്കിയ സ്ഫോടന പരമ്പരയ്ക്ക് ശേഷവും ശ്രീലങ്കയിൽ അശാന്തി തുടരുന്നു. പഗോഡയിൽ ഇന്നുണ്ടായ പൊട്ടിത്തെറി പരിഭ്രാന്തി പടർത്തി. ഇതേ തുടർന്ന് പാർലമെന്റിലടക്കം സുരക്ഷ ശക്തമാക്കി. റോഡുകളുടെ അടക്കം നിയന്ത്രണം പട്ടാളം ഏറ്റെടുത്തു. ശ്രീലങ്കൻ ധനമന്ത്രി മംഗള ജയസൂര്യ ഇന്ന് നടത്താനിരുന്ന വാർത്താസമ്മേളനം മാറ്റിവെച്ചു. വിവരങ്ങളുമായി കൊളംബോയിൽ നിന്ന് ന്യൂസ് 18 പ്രതിനിധി പ്രദീപ് പിള്ള ചേരുന്നു. പ്രദീപ്, എന്താണ് നടക്കുന്നത്? എന്ത് നടപടികളാണ് സർക്കാർ സംവിധാനങ്ങൾ എടുക്കുന്നത്? നാടിനെ നടുക്കിയ സ്ഫോടന പരമ്പരയ്ക്ക് ശേഷം ശ്രീലങ്ക സാവധാനത്തിൽ സാധാരണ നിലയിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതെങ്കിൽ ഇന്ന് വീണ്ടും ഭീതിയുടെയും പരിഭ്രാന്തിയുടെയും അന്തരീക്ഷമാണ് ശ്രീലങ്കയിലെങ്കും, പ്രത്യേകിച്ച് കൊളംബോയിലും കൊളംബോയുടെ ഹൃദയഭാഗത്തും. ഞാനിപ്പോഴുള്ളത് പാർലമെൻറ്റ്, ബാങ്ക് ഓഫ് സിലോൺ, സ്ഫോടനം നടന്ന ഹോട്ടലുകളിലൊന്നായ കിങ്സ്ബറി തുടങ്ങിയവയ്ക്ക് സമീപമാണ്. ഇതിന് അടുത്തു തന്നെയാണ് കൊളംബോ ഹാർബറും ഉള്ളത്. ഈ പ്രദേശങ്ങളിൽ പെട്ടെന്ന് ഹൈ സെക്യൂരിറ്റി, അതീവ ജാഗ്രത പ്രഖ്യാപിക്കുകയും റോഡുകളുടെ അടക്കം നിയന്ത്രണം പട്ടാളവും പോലീസും നേവിയും അടക്കം ഉള്ള സൈനിക വിഭാഗങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. വാർത്തകൾ തുടരുന്നു. BJP സംസ്ഥാനത്തെങ്ങും UDFന് വോട്ട് മറിച്ചുവെന്ന ആരോപണവുമായി CPM. BJP വോട്ടുകൾ അവരുടെ സ്ഥാനാർത്ഥികൾക്ക് തന്നെ ലഭിച്ചാൽ 14 സീറ്റെങ്കിലും ലഭിക്കുമെന്നായിരുന്നു CPM കണക്കുകൂട്ടൽ. എന്നാൽ വോട്ടെടുപ്പിന് ശേഷം ഈ ആത്മവിശ്വാസം നേതാക്കൾക്കില്ല. പോളിംഗ് കണക്കുകളും തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും വിലയിരുത്താൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചേരും. ഓരോ മണ്ഡലത്തിലും ഇടതു സ്ഥാനാർത്ഥിക്ക് ലഭിക്കാനിടയുള്ള വോട്ടിന്റെ കൃത്യം കണക്ക് വേണം. തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ തന്നെ കീഴ്ഘടകങ്ങൾക്ക് CPM നൽകിയ നിർദ്ദേശം ഇതാണ്. വോട്ടെടുപ്പിന് ശേഷവും ഇതുതന്നെയാണ് നേതൃത്വം മണ്ഡലം കമ്മിറ്റികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബൂത്തുകളിൽ നിന്ന് ശേഖരിച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മണ്ഡലം കമ്മിറ്റികൾ തയ്യാറാക്കിയ റിപ്പോർട്ട് നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. BJP വോട്ട് മറിച്ചില്ലെങ്കിൽ 14 സീറ്റെങ്കിലും ലഭിക്കുമെന്നായിരുന്നു CPM കണക്കുകൂട്ടൽ. എന്നാൽ വോട്ടെടുപ്പിന് ശേഷം ഈ ആത്മവിശ്വാസം നേതാക്കൾക്കില്ല. BJP വ്യാപകമായി UDFന് വോട്ട് മറിച്ചു എന്ന വിലയിരുത്തലിലാണ് CPM, പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളിൽ. പലയിടത്തും കാണാൻ കഴിഞ്ഞത് കോൺഗ്രസിനും BJPക്കും കൂടി ഒറ്റ ബൂത്തായിരുന്നു ഈ സ്ലിപ്പൊക്കെ കൊടുക്കാനുള്ള. പുറത്ത് തെരഞ്ഞെടുപ്പ് ദിവസം ചിലയിടത്ത് BJPക്ക് എവിടെയും പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. ഉള്ളത് തന്നെ മറ്റൊരുമായി ചേർന്നിട്ടാണ് പലയിടത്തും നടത്തിയത്. കാരണം അവർക്ക് വേറെ വേണ്ട, ഇത് രണ്ടു കൂട്ടർ ഒരേ ലക്ഷ്യമായതുകൊണ്ട് വേണ്ട. വടകരയിൽ P ജയരാജനെതിരെ RSSും ന്യൂനപക്ഷ വിഭാഗങ്ങളും ഒരുപോലെ രംഗത്ത് വന്നതായും പാർട്ടി വിലയിരുത്തുന്നു. കണ്ണൂരിലും കാസർഗോഡും കോഴിക്കോട്ടും ആലത്തൂരിലും കൊല്ലത്തും BJP വോട്ടുകൾ വലിയ തോതിൽ UDFിലേക്ക് പോയി. മോദി വിരുദ്ധ വികാരവും BJP വീണ്ടും അധികാരത്തിൽ വരുന്നതിൽ ന്യൂനപക്ഷങ്ങൾക്കുള്ള ആശങ്കയും UDF അനുകൂല തരംഗമുണ്ടാക്കുമെന്ന ഭയവും ആശങ്കയും നേതാക്കളിൽ ചിലർ പങ്കുവയ്ക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ജനവിഭാഗവും ക്രൈസ്തവരിലെ വലിയൊരു വിഭാഗവും ഇടതുമുന്നണിയെ പിന്തുണച്ചിരുന്നു. ആ പിന്തുണ അതേ തോതിൽ ഇത്തവണ കിട്ടിയിട്ടില്ലെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും വിജയസാധ്യതയുണ്ടെന്ന് കൊച്ചിയിൽ RSS വിളിച്ചു ചേർത്ത പരിവാർ സംഘടനകളുടെ യോഗത്തിൽ വിലയിരുത്തൽ. വിജയം ഉറപ്പെന്ന് യോഗത്തിനെത്തിയ കുമ്മനം രാജശേഖരനും K സുരേന്ദ്രനും പ്രതികരിച്ചു.
ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തന വിലയിരുത്തലിനാണ് RSS, BJP ഉൾപ്പെടുന്ന സംഘപരിവാർ സംഘടനകളുടെ യോഗം വിളിച്ചു ചേർത്തത്. BJPക്ക് സ്വാധീനമുള്ള തിരുവനന്തപുരം, തൃശൂർ, പത്തനംതിട്ട, പാലക്കാട് മണ്ഡലങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞുവെന്നാണ് യോഗത്തിന്റെ വിലയിരുത്തൽ. ശബരിമല വിഷയം സജീവ ചർച്ചയാക്കാൻ കഴിഞ്ഞതും നേട്ടമാണ്. തിരുവനന്തപുരത്ത് കുറഞ്ഞ ഭൂരിപക്ഷത്തിനെങ്കിലും വിജയിക്കാൻ കഴിയും. ചില മണ്ഡലങ്ങളിൽ ന്യൂനപക്ഷ വോട്ടുകൾ വർദ്ധിച്ചുവെങ്കിലും ഭൂരിപക്ഷ സമുദായ വോട്ടുകളുടെ ഏകീകരണത്തിലൂടെ ഇതിനെ മറികടക്കാനാകുമെന്നും യോഗം വിലയിരുത്തി. വിജയം ഉറപ്പെന്ന് യോഗത്തിനെത്തിയ കുമ്മനം രാജശേഖരനും K. സുരേന്ദ്രനും പ്രതികരിച്ചു. പിന്നെ 100% വിജയപ്രതീക്ഷ. ഘടകകക്ഷിയായ BDJS-ന് നൽകിയ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെന്നും ചില നേതാക്കൾ അഭിപ്രായപ്പെട്ടു. അതേസമയം RSS വിളിച്ചു ചേർത്ത നിർണായക യോഗത്തിൽ BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള പങ്കെടുത്തില്ല. മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടി കണ്ണൂരുള്ളതുകൊണ്ടാണ് പങ്കെടുക്കാത്തതെന്ന് അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. BJP ഉണ്ടാക്കുന്ന അജണ്ടയ്ക്ക് മറ്റു പാർട്ടികൾ മറുപടി പറയേണ്ടി വന്നിട്ടുണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമായി. തോൽക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാകാം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് കയർത്തത് എന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. ലോകസഭയിലെ മൊത്തം സീറ്റിന്റെ 2% കിട്ടിയാൽ ദേശീയകക്ഷിയാകാമെന്നൊരു ഭേദഗതി കൊണ്ടുവന്ന് പാസാക്കി കൊടുത്തത് കൊണ്ടാണ് കണ്ണൂരിലെ പിണറായി വിജയനും കോടിയേരിക്കുമൊക്കെ ദേശീയകക്ഷിയായി ഇപ്പം നിൽക്കാൻ സാധിക്കുന്നത്. ആ 3 സംസ്ഥാനം അദ്ദേഹം ചെയ്തു കൊടുത്തപ്പം ബംഗാളും ത്രിപുരയും കേരളവും അദ്ദേഹത്തിന്റെ സ്മൃതിപഥത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ബംഗാളിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ അവർക്ക് ജയിക്കാൻ സാധിക്കുമോ? ത്രിപുരയിലെ സ്ഥിതി ഞാൻ പറയേണ്ടതില്ല. കേരളത്തിലെ ഇന്റലിജൻസ് റിപ്പോർട്ടായിരിക്കാം മുഖ്യമന്ത്രിയെ ഭീഷണനാക്കിയത്. ആ സ്ഥിതി തുടർന്നാൽ കേരളവും തദൈവ എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മമതാ ബാനർജി സമ്മാനങ്ങൾ നൽകുമെന്ന പ്രധാനമന്ത്രിയുടെ വെളിപ്പെടുത്തലിന് മറുപടിയുമായി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി. ഞങ്ങൾ അതിഥികൾക്ക് മധുരപലഹാരങ്ങളും സമ്മാനങ്ങളും നൽകുമെങ്കിലും BJPക്ക് ഒരു വോട്ട് പോലും നൽകില്ല എന്നായിരുന്നു മമതയുടെ മറുപടി. ഹൂഗ്ലിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ നരേന്ദ്രമോദിയുടെ പേര് പരാമർശിക്കാതെയായിരുന്നു മമതാ ബാനർജിയുടെ പ്രതികരണം. രാഷ്ട്രീയത്തിൽ ശത്രുക്കളാണെങ്കിലും മമതയുമായി മികച്ച സുഹൃത്ത് ബന്ധം കാത്തുസൂക്ഷിക്കുന്നുണ്ടെന്ന വിവരം അക്ഷയ് കുമാറുമായുള്ള അഭിമുഖത്തിലാണ് നരേന്ദ്രമോദി പങ്കുവച്ചത്. എല്ലാ ശത്രുതയും മറന്ന് ദീദി വർഷം തോറും കുർത്തകളും മധുരപലഹാരങ്ങളും അയക്കാറുണ്ടെന്നുമായിരുന്നു വെളിപ്പെടുത്തൽ. എന്നാൽ അതിഥികൾക്ക് മധുരപലഹാരങ്ങളും സമ്മാനങ്ങളും നൽകുന്നത് ബംഗാളിന്റെ സംസ്കാരമാണ്. എന്നാൽ ഒരു വോട്ട് പോലും പശ്ചിമബംഗാളിൽ നിന്ന് BJP പ്രതീക്ഷിക്കേണ്ടെന്നായിരുന്നു മമതാ ബാനർജിയുടെ മറുപടി. മുസൽമാনের ঘরে গিয়ে দেখেছিলেন জাত যায় কিনা? স্বামী বিবেকানন্দ একজন মুসলিমের ঘরে গিয়ে তামাক খেয়েছিল, খেয়ে দেখেছিল জাত যায় কিনা। এগুলো আমরা পড়াশোনা করেছি, একটু পড়েছি, এগুলো পড়াশোনা করে শিখেছি. മോദിയുടെ വെളിപ്പെടുത്തൽ തൃണമൂലും BJPയും തമ്മിലുള്ള രഹസ്യബന്ധത്തിന്റെ സൂചനയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യാഖ്യാനിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് നരേന്ദ്രമോദിക്ക് മമതാ ബാനർജി മറുപടി നൽകിയത്. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന പശ്ചിമബംഗാളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മെയ് 19-നാണ് അവസാനിക്കുന്നത്. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കാൻ കോൺഗ്രസിന് താൽപ്പര്യമില്ലെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. സഖ്യത്തിനായി ആം ആദ്മി പാർട്ടി പലതവണ ശ്രമിച്ചതാണ്. കോൺഗ്രസ് BJPയെ സഹായിക്കുകയാണ്. കേരളത്തിൽ പോലും കോൺഗ്രസ് BJPയെ നേരിടുന്നവർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണെന്നും കെജ്രിവാൾ ആരോപിച്ചു. ആം ആദ്മി പാർട്ടിയുടെ പ്രകടന പത്രിക പുറത്തിറക്കിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡൽഹിക്ക് പൂർണ്ണ സംസ്ഥാന പദവി വാഗ്ദാനവുമായാണ് ആം ആദ്മി പാർട്ടി പ്രകടന പത്രിക പുറത്തിറക്കിയത്. കോളേജുകളിൽ ഡൽഹിയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് 85% സംവരണം ഉറപ്പാക്കുമെന്നും ആം ആദ്മി പാർട്ടി പ്രകടന പത്രികയിൽ ഉറപ്പു നൽകുന്നു.